കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ. സാംസ്കാരികതയ്ക്ക് മാത്രമല്ല, ലോകപ്രശസ്തമായ തൃശ്ശൂർ പൂരത്തിനും കേൾവി കേട്ട ജില്ലയാണ്. അതേ തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന് മുൻപിലത്തെ പൂരത്തിന് രാഷ്ട്രീയ കാരണങ്ങളാൽ ചർച്ചയിൽ പൂരം നിറഞ്ഞതും, പൂരം കലക്കൽ എന്ന അപരനാമത്തിൽ കേരളം നിറഞ്ഞതും, അതിൽ BJP NDA ഭാഗമായ സുരേഷ് ഗോപിയുടെ ഇടപെടലും, ഇന്ന് ADGP MR അജിത് കുമാറിൻ്റെ പങ്കുമെല്ലാം ചൂടൻ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുന്ന കാഴ്ചയും മലയാളികൾ ചർച്ച ചെയ്യുന്നിടത്തു നിന്നുമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ നേട്ടം എത്രത്തോളം ആവുമെന്ന് വിലയിരുത്തപ്പെടുന്നത്. ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ചാലക്കുടി, ചേലക്കര, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, മണലൂർ, നാട്ടിക, ഒല്ലൂർ, പുതുക്കാട്, വടക്കഞ്ചേരി, തൃശ്ശൂർ എന്നിവയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ പിടിച്ചടക്കിയ സീറ്റുകൾ പരിശോധിക്കുമ്പോൾ UDFന് അവിടെ തങ്ങളുടെ പരാജയമാണ് എടുത്തുകാട്ടുന്നത്. LDF 12 സീറ്റ് നേടിയപ്പോൾ UDFന് കേവലം ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. അവിടെ LDF മുന്നണിയിൽ CPM 7ഉം CPI 5ഉമാണ് കക്ഷിനില. ചേലക്കര, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, കുന്നംകുളം, മണലൂർ, പുതുക്കാട്, വടക്കഞ്ചേരി എന്നീ 7 സീറ്റുകൾ CPM നേടുകയും കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ഒല്ലൂർ, നാട്ടിക, തൃശ്ശൂർ എന്നീ 5 സീറ്റുകൾ CPI നേടിയെടുക്കുകയുമായിരുന്നു. ചാലക്കുടി മണ്ഡലമാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഒരാശ്വാസമായി കോൺഗ്രസ് നേടിയത്. ഇത് ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചാൽ 2011 ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന തിരഞ്ഞെടുപ്പിൽ 6 സീറ്റിൽ UDF വിജയിക്കുകയും 7 സീറ്റ് LDFന് കിട്ടുകയും ചെയ്യുകയായിരുന്നു. വടക്കാഞ്ചേരി, മണലൂർ, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട എന്നിങ്ങനെ 6 സീറ്റുകൾ ലഭിച്ചു. അതിൽ തന്നെ 5 സീറ്റുകൾ കോൺഗ്രസിൻ്റേതാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അന്ന് UDFൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MLA ആയിരുന്ന തോമസ് ഉണ്ണിയാടനിലൂടെ ഇരിങ്ങാലക്കുട മണ്ഡലം നിലനിർത്തുകയായിരുന്നു UDF. 2026 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF അവിടെ തൃശ്ശൂരിൽ ഒരു കുതിച്ച ചാട്ടം തന്നെ നടത്താനാണ് അണിയറ നീക്കം. ഇപ്പോൾ UDFൻ്റെ കയ്യിലുള്ള ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് എന്ന യുവ MLAയുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഇടപെടലുമൊക്കെ സനീഷിനെ അവിടുത്തെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. 2021 സനീഷിൻ്റെ ഭൂരിപക്ഷം കേവലം 1050 ആയിരുന്നുവെങ്കിൽ 2026 എത്തുമ്പോൾ അത് 7000-ലധികം ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്താൻ ഇപ്പോഴുള്ള ഭരണവിരുദ്ധ സാഹചര്യത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇരിങ്ങാലക്കുട സീറ്റിൽ UDF ഘടകകക്ഷിയായ ജോസഫ് ഗ്രൂപ്പാണ് ഇവിടെ മത്സരിച്ചത് എങ്കിൽ 2026 ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത്. CPM മന്ത്രി R ബിന്ദു ജയിച്ച സീറ്റാണ് ഇരിങ്ങാലക്കുട. അടുത്ത തവണ ഇരിങ്ങാലക്കുടയിൽ അവർ വീണ്ടും മത്സരിച്ചാൽ തോൽക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇരിങ്ങാലക്കുടയും ചാലക്കുടിയും തമ്മിൽ മാണി ഗ്രൂപ്പും CPMഉം വെച്ചുമാറുവാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ KSUവിൻ്റെ വനിതാ മുഖവും സംസ്ഥാന ഉപാധ്യക്ഷയുമായ തീപ്പൊരി യുവത്വം ആൻ സെബാസ്റ്റ്യനെ രംഗത്തിറക്കാനാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ആൻ സെബാസ്റ്റ്യൻ യുവത്വം എന്നത് മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തിൻ്റെ വോട്ടുകൾ കൂടുതലായി തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലും UDFനുണ്ട്. മൂന്നാമതായി UDF കോൺഗ്രസ് വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് 2021 കൈവിട്ടു പോയ വടക്കഞ്ചേരി മണ്ഡലമാണ്. 2016-2021 കാലഘട്ടത്തിൽ അവിടെ MLA ആയിരുന്ന അനിൽ അക്കരെ ഉയർത്തിക്കൊണ്ടുവന്ന ലൈഫ് മിഷൻ അഴിമതി വിഷയങ്ങളിൽ സത്യാവസ്ഥ അവിടുത്തെ വോട്ടർമാർക്ക് ബോധ്യപ്പെട്ടതാണ്. അനിൽ അക്കരയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ കൊണ്ടും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഭരണപരാജയത്തിൻ്റെ ആനുകൂല്യത്തിലും വടക്കാഞ്ചേരിയും കോൺഗ്രസിന് പിടിച്ചടക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. നാലാമതായി UDF പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം കൊടുങ്ങല്ലൂരാണ്. 2011-16 കാലഘട്ടത്തിൽ അവിടെ പ്രതിനിധീകരിച്ച TN പ്രതാപനെ തന്നെയാണ് അവിടെ കണക്കുകൂട്ടുന്നത്.
പ്രതാപന്റെ അവിടുത്തെ വിജയത്തോടെ 2026 UDF മന്ത്രിസഭയിൽ TN പ്രതാപന് ഒരു മന്ത്രിസ്ഥാനം കൂടി കൈവരാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ തന്നെ പ്രതാപൻ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. UDF 5ാമതായി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം പരമ്പരാഗതമായി മുസ്ലിം ലീഗ് മത്സരിച്ചു പോരുന്ന ഗുരുവായൂർ മണ്ഡലമാണ്. ഇത്തവണ കോൺഗ്രസിന് വിട്ടുകൊടുത്ത് അവിടെ സന്ദീപ് വാര്യർ മത്സരിക്കുമെന്നാണ് വിലയിരുത്തൽ. അവിടെ ഉറച്ച മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും സന്ദീപിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഹിന്ദു വോട്ടുകളും ആകർഷിക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ ഗുരുവായൂരിൽ ഒരു പുതിയ ചരിത്രം കോൺഗ്രസ് കുറിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. 6ാമതായി കോൺഗ്രസും UDFും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം ജില്ലാ ആസ്ഥാനമായ തൃശൂർ മണ്ഡലം തന്നെയാണ്. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മുരളീധരനിലൂടെ പുറകോട്ട് പോയ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ VM സുധീരനിലൂടെ അത് തിരിച്ചുപിടിക്കാനാകുമെന്നാണ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. സുധീരൻ മത്സരരംഗത്തേക്ക് ഇല്ല എന്ന നിലപാടിന് ഹൈക്കമാൻഡിൻ്റെ ഇടപെടലിലും മാറ്റം വരികയും സുധീരൻ വഴി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. വിജയസാധ്യതയുള്ള ഈ സീറ്റിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാകും മത്സരിക്കുക. 2026 ഈ സീറ്റ് കോൺഗ്രസ് ഉറപ്പിക്കുമ്പോൾ ബാക്കി വരുന്ന 7 സീറ്റുകൾ പ്രതീക്ഷയർപ്പിക്കാതെ തള്ളിക്കളയുകയല്ല UDF. അവിടെ കൃത്യമായ ആസൂത്രണം നടത്തി ജയസാധ്യതയുള്ള ജനകീയനായ വ്യക്തിത്വങ്ങളെ നിർത്തിക്കൊണ്ട് ഈ 7ൽ 2 എണ്ണം കൂടിയെങ്കിലും കൂടുതൽ UDF പിടിച്ച് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള സൂത്രങ്ങൾ അണിയറയിൽ ഒരുക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് രാഷ്ട്രീയ തന്ത്രജ്ഞർ. കോൺഗ്രസിന് തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടു പോയ ആധിപത്യം എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം വെച്ച് തകൃതിയായ മുന്നൊരുക്കങ്ങളിൽ മുഴുകുകയാണ് UDFും കോൺഗ്രസും. ടീം UDFിൻ്റെ ഐക്യം ആ ബലത്തിലാണ്. 2026 ഒരു മാറ്റത്തിന് കേരളം തയ്യാറെടുക്കുന്നത് ഒരു രക്ഷാകർതൃത്വം UDFിൽ ജനം കണ്ടുകൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്.